സത്യം പറഞ്ഞാൽ 2 ദിവസം എന്തൊക്കെയായിരുന്നു? പാട്ട്, കൂത്ത്, ആഘോഷം, പുതിയ ഓണർ, പുതിയ ഇൻവെസ്റ്റർ, പുതിയ പ്ലേയേഴ്സ്. ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മുടെ യോഗം കൊണ്ടോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടോ അനൗൺസ്മെന്റ് വൈകുന്നുണ്ട്. അതിനിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമി ചീഫ് പുറത്തേക്ക് പോയതും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇടയ്ക്ക് വെച്ച് പറഞ്ഞ ഒരു റൂമറായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കളിച്ച ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ദിമിത്രിയോസ് സ്റ്റീവൻഡക്കോസ് അല്ലല്ലോ, അത് നമ്മുടെ അല്ലേ, നമ്മുടെ ദിമിത്രി പെറ്റോസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന തരത്തിൽ ആ ഒരു റൂമർ ടേൺ ഔട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു കണക്ഷൻ കേരള ബ്ലാസ്റ്റേഴ്സും ദിമിത്രി പെറ്റോസും തമ്മിൽ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതുകൂടാതെ മുഹമ്മദ് സനാനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കും എന്ന തരത്തിലുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. സനാന് വേണ്ടി മുംബൈ സിറ്റി FC ഏതറ്റം വരെയും പോകും, സനാൻ മുംബൈയിലെത്തി എന്ന തരത്തിലുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. ഇപ്പം പുറത്തേക്ക് വരുന്ന മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് മുഹമ്മദ് സനാൻ ഈസ്റ്റ് ബംഗാളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത എന്നാണ് പ്രചരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. ഒന്നും കൺഫേം ആയിട്ടില്ല എന്ന് വേണം വിശ്വസിക്കാൻ. കൺഫേം ആവണമെങ്കിൽ ഒഫീഷ്യൽ ഡിക്ലറേഷൻ വരില്ലേ? നമുക്ക് വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ സൂചനകൾ മാത്രമായിട്ടാണ് പറയുന്നത്. ദിമി പെട്രോസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല, സനാൻ മുംബൈ സിറ്റി FC പോകുമെന്നായിരുന്നു കരുതിയിരുന്നതെങ്കിൽ പോലും ഇപ്പം കാറ്റ് ഈസ്റ്റ് ബംഗാളിന് അനുകൂലമായിട്ടാണ് വീശുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന തരത്തിലുള്ള കുറെ സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതൊക്കെ തന്നെ രണ്ടുപേരും കിട്ടത്തില്ലെന്നാണ് തോന്നുന്നത്.